കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എക്സ്റേ യൂണിറ്റ് കേടായി രണ്ടാഴ്ചയായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. എക്സ്റേ യൂണിറ്റ് കേടായതോടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളടക്കം ദുരിതത്തിലായിരിക്കുകയാണ്. രണ്ടാഴ്ച മുൻപ് പണിമുടക്കിയ എക്സ്റേ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. രണ്ടാമത്തെ എക്സ്റേ യൂണിറ്റിൽ മെഷീൻ സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായെങ്കിലും നിർമ്മാണം നടത്തുന്ന കമ്പനി ഇതുവരെ മെഡിക്കൽ കോളേജിനെ കൈമാറിയിട്ടില്ല. ഇതും സ്ഥിതി രൂക്ഷമാകുന്നതിന് കാരണമായിട്ടുണ്ട്. നിലവാരം കുറഞ്ഞ എക്സ്റേ മെഷീനാണ് പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ സ്ഥാപിച്ചത് എന്നാണ് ആരോപണം. ഇത് കാരണമാണ് മെഷീൻ ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്നതെന്നാണ് പറയുന്നത്. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഈ ദുരവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആക്സിഡന്റ് പോലുള്ള അത്യാഹിത ചികിത്സക്കായി എത്തുന്ന രോഗികൾ എക്സ്റേ എടുക്കാൻ വൈകുന്നത് കൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി നിർത്തലായിരിക്കുന്ന എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ പ്രവർത്തിപ്പിക്കുവാനുള്ള സംവിധാനം അധികൃതർ ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കരിമ്പട്ടികയിൽ പെടുത്തേണ്ട ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എക്സ്റേ യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ആരോപണത്തെക്കുറിച്ചും ഗവൺമെൻറ് വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സമരം ആരംഭിക്കാനാണ് BJPയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.